വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലേൻ്റെ കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിനടുത്തുള്ള കടവത്തൂരിനടുത്ത് കുറുളിക്കാവ് എന്ന് പറഞ്ഞ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ തിറമഹോത്സവം വളരെ പ്രത്യേകതയുള്ള തിറമഹോത്സവമാണ്. ഇവിടെ എന്താ പറയുക, പല പ്രമുഖരായിട്ടുള്ള ചാനലിലെ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. വളരെ പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ നമ്മളൊരു അടിപൊളി ഒരു പാടത്താണുള്ളത്. എന്താ പറയുക, നമ്മളെ നാട്ടിലുള്ള നെല്ലിൻ്റെ പാടങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായി, ആൾക്കാരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന പാടങ്ങളൊക്കെ ആയി. ഒന്നുമില്ലാതെ അല്ലേ, ഒന്നുമില്ലാതെ ഒരു പച്ചപ്പുല്ല് മാത്രം കിടക്കുന്ന ഒരു പാടം. ഇതിൻ്റെ അടുത്താണ് കുറുളിക്കാവ്. ഇവിടെ നിന്ന് 100-200 മീറ്റർ, എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, 200 മീറ്റർ അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ മുമ്പേ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ വരുന്ന ഒരു കാവാണ്. കുറേ ആൾക്കാരൊക്കെ പരിചയമുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ ഒരു ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്, പന്തം കൊളുത്തിയിട്ടുള്ള, അതൊക്കെ കാണിക്കണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു പുഴയുണ്ട്. ആ പുഴ കടന്നിട്ട് അതിന് തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പുഴ കടന്നിട്ട് തോണിയിലൊക്കെ വന്നിട്ടാണ് ഈ അമ്പലത്തിൽ തലേന്ന് വന്ന് താമസിച്ചിട്ട് ഈ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കാണാൻ വരും. വളരെ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പം ഇന്ന് എൻ്റെ കൂടെ അഭിനവ് ഉള്ളത്. എന്താ പറയുക, അഭിനവ് ഇന്ന് കുറേ കാലത്തിന് ശേഷം അഭിനവ് വരുന്നത്. അഭിനവ് കുറേ കാലത്തിന് ശേഷം വരുന്നത്. ഇന്ന് അഭിനവ് ഉള്ളത്. അപ്പോൾ അഭിനവ് എന്താ ഞാൻ വിചാരിച്ച് തിറമഹോത്സവം ഒന്ന് കാണട്ടെ അല്ലേ അഭിനവ്. മുമ്പേ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ എന്നാൽ അഭിനവ് ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മളിതാ പോയി. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ പാടത്തിൽ ഇത് ചെറിയ വഴിയിലെ കൂടെ പോയിട്ട് അവിടെ റോഡിനടുത്തെത്തും. അപ്പം അങ്ങോട്ടേക്ക് വഴി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് കടവത്തൂർ എന്ന സ്ഥലത്താണ് കുറുളിക്കാവ് ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കടവത്തൂർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടവത്തൂർ ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മലയാള മാസം കുംഭം 7, 8, 9 തീയതികളിലായാണ് ഇവിടത്തെ ഉത്സവം നടക്കാറുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗങ്ങളിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ നാനാഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ഭക്തർ ഉത്സവ സമയത്ത് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നെങ്കിലും ഇവിടുത്തെ ഉത്സവം നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റിയാണ്. ഇപ്പോൾ ഇതാണ് കുറുളിക്കാവ് ക്ഷേത്രത്തിൻ്റെ കാവിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ച. കൂടുതലും എന്താ പറയുക, ടോയ്സുകളും ഇതായിട്ടുള്ള ഒരു ചെറിയൊരു ചന്ത കാണും. ഇത് നേരെ മുമ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുറുളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ദരിദ്രനായ ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ 5 പെൺമക്കളും ഗത്യന്തരമില്ലാതെ നാടുവിട്ട് അലയുന്നു. യാത്രാമധ്യേ ആദ്യ 3 മക്കളെ ഓരോ ഇല്ലങ്ങളിൽ ഏൽപ്പിക്കുകയും അച്ഛൻ്റെ മരണശേഷം ശേഷിക്കുന്ന 2 പേർ പുഴയിലൂടെ യാത്ര ചെയ്യവേ ഇളയ സഹോദരി പുഴയിൽ വീണ് മരണപ്പെടുകയും ചെയ്യുന്നു. ദുഃഖിതയായ ഈ സ്ത്രീ ഒരുപാട് അലഞ്ഞ ശേഷം കടൽ മാർഗം പുന്നോൽ കടപ്പുറത്ത് എത്തുകയും അവിടെയുള്ള മുക്കുവ പ്രധാനിയുടെ വീട്ടിൽ എത്തുകയും അവിടെയുള്ള തെക്കിനിയിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർ ഈ സ്ത്രീയെ നല്ല രീതിയിൽ സ്വീകരിച്ചു. ആഗതയായ ഈ സ്ത്രീയിൽ ദിവ്യത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ പിന്നീട് കാണുന്നത് ഇവർ പായക്കപ്പലിൽ കിഴക്കോട്ട് കയറിപ്പോകുന്നതാണ്. പിന്നീട് ഇവർ എത്തിച്ചേരുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ കടവിലാണ്. രാത്രി മീൻ പിടിക്കുവാൻ പോയി തിരിച്ചു വരുന്ന ഒരാൾ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ കയറിപ്പോകുന്നതാണ് കണ്ടത്. അയാൾ ചൂട്ട് കത്തിച്ച് നോക്കിയെങ്കിലും പിന്നീട് കണ്ടില്ല. അയാൾ പിന്നീട് ഇത് എല്ലാവരോട് പറഞ്ഞെങ്കിലും അവിടെ പോയ ആർക്കും അവരെ കാണുവാൻ കഴിഞ്ഞില്ല. ആ കാട്ടിൽ പോയവർക്ക് പിന്നീട് പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ നാട്ടിലെ പ്രമാണിയായ ആഗോ ഇടത്തിൽ നമ്പ്യാരെ അറിയിക്കുകയും നമ്പ്യാർ ജ്യോതിഷിയെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു. പ്രശ്നവീതിയിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ കുടിയിരുത്തണമെന്നും പറഞ്ഞു. അങ്ങനെ ഇന്ന് കാണുന്ന സ്ഥലത്ത്, അന്നത്തെ കൂറമുള്ള നിറഞ്ഞ സ്ഥലത്ത് തറ കെട്ടി ക്ഷേത്രം നിർമ്മിച്ചു. കുറുളിയൻ കാവാണ് ലോപിച്ച് പിന്നീട് കുറുളിക്കാവായി മാറിയത്.
അപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോണിക്കടൽ. അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നതാണ് കോഴിക്കോട് ജില്ല. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർ, അതായത് എന്താ പറയുക, നമ്മുടെ ഇരിങ്ങണ്ണൂർ, പെരിങ്ങത്തൂർ ഭാഗത്തുള്ള ആൾക്കാർ, വടകര ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഈ പുഴ കടന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു തോണി ഇപ്പം വരാനുണ്ട്. അപ്പം ആക്ച്വലി ഇത് തോണി ഇവിടെ അടുക്കുന്ന സ്ഥലം. അപ്പം ഞാൻ മുമ്പേ വന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ക്ഷേത്രം ഉള്ളത്, കാവുള്ളത്. ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനൗൺസ്മെൻറ്റ് ഉള്ളത് കൊണ്ടും പിന്നെ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, തോണി വരുന്ന സ്ഥലം ഇതാണ്. ഞാൻ നോക്കട്ടെ, ഒരു 10-15 മിനിറ്റ് നിൽക്കുക ഏകദേശം. എന്നിട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തോണി വരുന്നത് കാണിക്കാൻ പറ്റില്ല. ഇത് നോക്കിയാൽ നിങ്ങൾ എന്ത് രസമുള്ള സ്ഥലം നോക്കിയിട്ട് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തീപന്തങ്ങൾ വഴിപാടായി എത്തുന്ന ഉത്സവമാണ് കുറുളിക്കാവ് ഉത്സവം. ഭക്തർ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്രതത്തോടു കൂടിയാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ഐതിഹ്യത്തിൽ പറഞ്ഞതുപോലെ ദേവി ഇവിടെ എത്തിച്ചേരുമ്പോൾ മുക്കുവൻ ചൂട്ട് കത്തിച്ച് ദേവിയെ തിരിഞ്ഞതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നത്. ഭഗവതിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. നാഗഭഗവതി, അകങ്കാലൻ, പുറങ്കാലൻ, കണ്ഠകർണൻ, ശാസ്തപ്പൻ, വസൂരിമാല, ചാമുണ്ടി, ഗുളികൻ, വിഷ്ണുമൂർത്തി, ബപ്പൂരൻ എന്നീ തിറകളും ഇവിടെ കെട്ടിയാടാറുണ്ട്. ഇവിടെ മാസത്തിൽ സംക്രമത്തിലാണ് പൂജയുള്ളത്. ദിവസപൂജയില്ല. ഭക്തർ ഇവിടെ ചുറ്റുവിളക്ക് നടത്താറുണ്ട്. ചെറിയ ചുറ്റുവിളക്കും വലിയ ചുറ്റുവിളക്കും.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, മറ്റുള്ളവരിലും എത്തിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.